നമ്മുടെ വീട്ടിൽ എന്ത് നടക്കണമെങ്കിലും കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലണമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നില്ല. ഈ പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാം എന്ന് പറയുന്നതും ഇതേ പരിപാടി തന്നെയാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ദൈവം, ഞാൻ അപ്പ എന്ന് വിളിച്ചൊരു കാര്യം കർത്താവിനോട് പറയുമ്പോൾ കേൾക്കാത്ത ദൈവം, ഏതോ ഒരു പാസ്റ്റർ എവിടോ ഇരിക്കുന്ന ആള് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെങ്കിൽ ദാറ്റ് പാസ്റ്റർ ഈസ് എ മീഡിയേറ്റർ ആണോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നറിയോ? റോമൻ കാത്തലിക്സ് മരിച്ചുപോയ വിശുദ്ധന്മാരെ വെച്ച് ദൈവത്തിന്റെ അടുത്ത് കാര്യം സാധിക്കുമ്പോൾ അതിന് കാശൊന്നും കൊടുക്കണ്ട, രാത്രി വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കും. വേർപെട്ട സമൂഹങ്ങൾ ചെയ്യുന്നത് ജീവനുള്ള ആൾക്കാരുടെ അടുത്ത് പോയി മധ്യസ്ഥത യാചിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവുമായിട്ടുള്ള ആക്സസ് പോവാ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, നീ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചേക്ക്. അങ്ങനെയാണ് ഈ റിലീജിയൻ പിന്നെ നമ്മുടെ ഇടയിൽ സ്ഥാപിക്കപ്പെട്ടത്, മതം പിന്നെ സ്ഥാപിക്കപ്പെട്ടത്. സഭയിൽ പ്രത്യേക പ്രാർത്ഥനാ വരമുള്ള ആരുമില്ല. അങ്ങനെ ഒരു വരത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതേ ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? അന്യഭാഷ എന്ന വരം കേട്ടിട്ടുണ്ട്, പ്രവചനം എന്ന വരം കേട്ടിട്ടുണ്ട്, ശുശ്രൂഷ വരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രാർത്ഥനാ വരമുള്ള ആളെന്ന്? ഒരു അപ്പന് 4 മക്കളുണ്ട്, 5 മക്കളുണ്ടെങ്കിൽ ഒരു മകന് മാത്രം അപ്പനോട് സംസാരിക്കാൻ പ്രത്യേക വരം കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പന്റെ സ്വഭാവം എന്തായിരിക്കും? വുഡ് യു ലൈക്ക് ദാറ്റ്? അപ്പൊ പുതിയ നിയമത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരുടെ അവകാശമാണ്. അപ്പന്റെ മുമ്പിലേക്ക് ഇടന്നില്ലാനുള്ള അവകാശം എല്ലാവർക്കും തുല്യമാണ്. അവിടെ നമുക്ക് പ്രവേശനം സാധ്യമാക്കുന്ന ഒരേ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തു ആണെന്നുള്ളത് കൊണ്ടാണ് വി സേ ക്രൈസ്റ്റ് അലോൺ ഈസ് അവർ മീഡിയേറ്റർ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയും സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെ ഈ ലോകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ബിക്കോസ് വി നെവർ ഗിവ് ദ ഓൾ ഗ്ലോറി ടു ഗോഡ്. അത് നമുക്ക് അത്രയും കൊണ്ട് കൊടുക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ നമ്മൾ വേറൊരു ദേശത്ത് എന്നാൽ അവർക്ക് ആ പ്രശ്നമേ ഇല്ല. ബിക്കോസ് ദേ ഇന്നസെന്റ്ലി അക്നോളജ്, ദൈവമേ നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. In Kerala, the self-righteous spirit is so intense, so strong. അതുകൊണ്ട് ഇവിടെ ഈ കർത്താവിന് മാത്രം മഹത്വത്തിന്റെ കൂടെ ഈ മനുഷ്യരും കൂടെ പോയി കുറച്ച് മഹത്വം പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത് അവൻ നമുക്ക് തന്ന കരുണയാണ്. അത് അവന്റെ യോഗ്യതകളാണ്. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ അവന്റെ യോഗ്യതകളാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്തോത്രയാഗമാണ് നമ്മൾ അർപ്പിക്കുന്നത്. നമുക്ക് ആ സ്തോത്രയാഗം മാത്രം അർപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പം നുറുക്കൽ എന്ന് പറയുന്നത് യാഗമല്ല, അത് കർത്താവ് ഒരിക്കലായി കഴിച്ച യാഗത്തിന്റെ ഓർമ്മയാണ്. അപ്പം നുറുക്കുമ്പോൾ നമ്മൾ പറയുന്നത്, കർത്താവെ ഞങ്ങൾക്കായി നിന്റെ ശരീരം തകർക്കപ്പെട്ടതിനായി സ്തോത്രം, ഞങ്ങൾക്കായി ചൊരിഞ്ഞ നിയമരക്തം എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയിലേക്ക്, ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായിട്ട് സ്തോത്രം, ഞങ്ങളുടേതല്ലാത്ത യോഗ്യതകളാൽ ഏറ്റവും വലിയ അവകാശത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിനായിട്ട് സ്തോത്രം. ഇതാണ് നമ്മുടെ വർഷിപ്പ്. കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് സകല മഹത്വവും സ്വീകരിപ്പാൻ യോഗ്യൻ. ഇന്ന് രാജേഷ് ബ്രദർ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ അപ്പം നുറുക്കാതെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മീനിങ് ഫുൾ വർഷിപ്പായിട്ട് ഒരു സഭയായിട്ട് കൂടി വരുവാൻ സാധ്യമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ദൈവവും മനുഷ്യനും തമ്മിൽ വലിയൊരു അകലമുണ്ടായിരുന്നു. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരകലം ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാൾക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു എന്നേക്കുമായി ഒരു യാഗം കഴിച്ചതിലൂടെ നമുക്ക് പിതാവുമായുള്ള ശത്രുത്വം അവസാനിക്കുകയും ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ധൈര്യം ഇല്ലാതിരുന്ന പഴയ നിയമകാലത്ത് പിതാക്കന്മാർ താൽക്കാലികമായ യാഗങ്ങളിലൂടെ ദേഹശുദ്ധി വരുത്തി, താൽക്കാലികമായ യാഗങ്ങളിലൂടെ മനസാക്ഷി ശുദ്ധി വരുത്തി അവർ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ഒരു പെർമിഷൻ കൊടുത്തിരുന്നു. പക്ഷെ അപ്പോഴും ദൈവം അവരിൽ വസിച്ചില്ല. അവരുടെ നടുവിൽ വല്ലപ്പോഴും ഇറങ്ങി വരുന്ന തേജസ്സായി മാത്രമേ അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ എന്നേക്കുമായി ഈ യാഗം കർത്താവ് കഴിച്ചതിലൂടെ നമ്മൾ എന്നേക്കും ദൈവത്തിന്റെ മക്കളാക്കി മാറ്റിയ ആ ഒരു യാഗത്തിന്റെ ഓർമ്മയിലാണ് നമ്മൾ പറയുന്നത്, നീ ഞങ്ങൾക്കായി തകർക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല, ഈ രക്ഷ അനുഭവിക്കുവാൻ സാധിക്കുമായിരുന്നില്ല, അതുകൊണ്ട് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഞായറാഴ്ചയുടെ കൂടിവരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അപ്പം നുറുക്കലാണ്. ഈ അപ്പം നുറുക്കുക എന്ന് പറയുന്നത് ആ യാഗത്തെ ഓർക്കുന്നതാണ്. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ
പിന്നീട് അത് സഭയായി എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞപ്പോൾ കാർമികൻ വന്ന് അപ്പം നുറുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അപ്പം കഴിക്കുക എന്നുള്ളത് മാത്രമായി നമ്മുടെ ഉത്തരവാദിത്വം. നുറുക്കാൻ നമ്മളെ സമ്മതിക്കില്ല, അവര് തന്നെ നുറുക്കി നുറുക്കി വെച്ചിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഉപദേശം നുറുക്കി തന്ന അപ്പം കഴിക്കുക എന്നുള്ളതല്ല, നമ്മൾ അപ്പം നുറുക്കുക എന്നുള്ളതാണ്. അവർ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചു. അവർ വീടുകളിൽ അപ്പം നുറുക്കി, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അപ്പം നുറുക്കി. അപ്പം ഒന്നാകൊണ്ട് പലതായ നാം ഒരു ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന അപ്പം നമ്മൾ നുറുക്കുമ്പോൾ ഞാനും ആ ശരീരത്തിന്റെ ഒരു അംശയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ വലിയ അപ്പത്തിൽ ഞാനും ഒരു അംശയാണ്, ഞാനും ഒരു ഭാഗമാണ്. ഇതാണ് ഓരോരുത്തരും കൺഫസ് ചെയ്യുന്നത്. ക്രിസ്തു എന്ന ആ ശരീരത്തിന്റെ ഭാഗമാണ് ഞാൻ. ആ മിസ്റ്റിക്കൽ ബോഡി, ക്രിസ്തുവിന്റെ മിസ്റ്റിക്കൽ ബോഡിയായ സഭയുടെ ഒരവയവമാണ് ഞാൻ എന്ന് ഓരോരുത്തരും പ്രഖ്യാപിക്കുന്നത് കൂടിയാണ് ഈ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. അപ്പൊ സഭയായി കൂടി വരുമ്പോൾ ഞാൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, ആ ഭാഗമാണ് ഞാൻ നുറുക്കുന്നത്. അങ്ങനെ എല്ലാവരും നുറുക്കി ആ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നത് നമ്മൾ ഒന്നിച്ച് ഒരു ശരീരമായി മാറിയിരിക്കുന്നുള്ള പ്രസ്താവന മാത്രമല്ല, ആ കർത്താവിന്റെ മരണത്താൽ നമുക്ക് നിത്യ ഉടമ്പടിയായി ആ നിയമരക്തം നമുക്കായി ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും കൂടിയാണ്. അപ്പോൾ അതുവരെ നമ്മൾ സ്തോത്രം ചെയ്തതും പാടിയതും, നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആ പാട്ട് മുഴുവൻ ക്രിസ്തു നമുക്കായി മരിച്ച് രക്ഷ തന്നതിനെ സ്തോത്രം ചെയ്തുള്ള പാട്ടുകളായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഈസ് ക്രൈസ്റ്റ് സെൻട്രിക്, ക്രോസ് സെൻട്രിക് എന്നുള്ളതാണ്. നമ്മുടെ സഭയുടെ തല എപ്പോഴും ക്രിസ്തു ആയിരിക്കും. അതൊരു മനുഷ്യനായിരിക്കില്ല, അതൊരു സംഘടന ആയിരിക്കില്ല, അതൊരു ഡിനോമിനേഷൻ ആയിരിക്കില്ല. വി വിൽ ബി ക്രൈസ്റ്റ് പീപ്പിൾ. ക്രിസ്തുവിന്റെ ജനമായിരിക്കും. അവൻ തലയായ ഒരു ശരീരവും അവൻ മേയ്ക്കുന്ന ആട്ടിൻകൂട്ടവുമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്തോത്രം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ മാത്രമാണ്. ഒരു മനുഷ്യനില്ല, ഒരു ബ്രാൻഡില്ല, ഒരു സംഘടനയില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൂടെ പോകും. അതെല്ലാം ഓരോ ഐഡൽസ് ആയിട്ട് മാറും. ഡിനോമിനേഷൻ പോലും നമുക്ക് പ്രസക്തമല്ല. നമ്മുടെ പ്രസക്തമായിരിക്കും നമ്മുടെ തലയായ ക്രിസ്തു മാത്രമാണ്. അങ്ങനെ ഈ ക്രിസ്തു തലയായ ഒരു വ്യവസ്ഥ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ക്രൈസ്റ്റ് അലോൺ, സോളസ് ക്രിസ്റ്റസ്, ക്രിസ്തു മാത്രം എന്ന പ്രഖ്യാപനം നമ്മുടെ 500 വർഷങ്ങൾക്ക് മുമ്പ് നവീകരണ ഉപദേശങ്ങൾ ലോകമെമ്പാടും വ്യാപരിച്ച സമയത്ത് അവർ പ്രഖ്യാപിച്ച 5 പില്ലേഴ്സ് ഓഫ് റിഫോർമേഷൻ, അതായത് നവീകരണത്തിന്റെ 5 പില്ലേഴ്സ്, 5 തൂണുകൾ. അത് കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, വചനം മാത്രം, ദൈവത്തിന്റെ മഹത്വം മാത്രം എന്നുള്ളതാണ്. കൃപ മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃപ മാത്രം, മനുഷ്യന്റെ മെറിറ്റ് അതിനകത്തില്ല. ഓൺലി ഗ്രേസ്, നോ മെറിറ്റ്. മനുഷ്യന്റെ യോഗ്യതകൾ പരിഗണിക്കപ്പെടുന്നില്ല. ക്രിസ്തുവിന്റെ യോഗ്യതകൾ മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്കായി പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷ ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. സോ ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ മാൻസ് മെറിറ്റ് ബട്ട് ദ മെറിറ്റ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. സോ ഗ്രേസ് അലോൺ, നോ മെറിറ്റ്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ അതിനകത്ത് എന്റെ ഒരു മെറിറ്റും ഇല്ല. ഓൾ മജസ്റ്റി ബിലോങ്സ് ടു ഗോഡ്, ഓൾ ഗ്ലോറി ബിലോങ്സ് ടു ഗോഡ്. അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി എത്തുന്ന എന്താണ്? സോളി ഡിയോ ഗ്ലോറിയ, ദൈവത്തിന് മാത്രം മഹത്വം. ടു ഗോഡ് അലോൺ ബി ഗ്ലോറി. അതാണ് നമ്മുടെ ഉപദേശത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ രക്ഷയുടെയും ക്ലൈമാക്സ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം കിരീടങ്ങൾ താഴെയിട്ട് പറയും, കർത്താവേ നിനക്ക് മാത്രം മഹത്വം, നീ മാത്രം മഹത്വത്തിന് യോഗ്യൻ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാം പറയാനുള്ള ടൈമില്ല എങ്കിലും ചുരുക്കമായിട്ട് 5 പറഞ്ഞ ശേഷം ക്രൈസ്റ്റ് അലോൺ എന്നുള്ളത് എന്തുകൊണ്ട് ബാക്കിയുള്ള ഡോക്ട്രിൻസിനെ നിർബന്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ ശ്രമിക്കാം. ഫെയ്ത്ത് അലോൺ, നോട്ട് വർക്ക്സ്. വിശ്വാസം മാത്രം, പിന്നെ എന്തല്ല, പ്രവൃത്തികൾ ഇല്ല. പ്രവൃത്തികൾ കണക്ക് കൂട്ടുന്നില്ല. ഫെയ്ത്ത് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. ഇത് ഒത്തിരി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നത് എന്താണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. അത് മെറിറ്റില്ല, ദാറ്റ്സ് ഗ്രേസ് അലോൺ. നിങ്ങൾ കാരണമല്ല. അടുത്തത്, ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ കൃപ ഈസ് എക്സ്പ്ലെയിൻഡ്, ഫെയ്ത്ത് ഈസ് ഓൾസോ എക്സ്പ്ലെയിൻഡ്, അല്ലെ?
ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ചു നോക്കി. എഫേസ്യ ലേഖനം 2:8-9 വാക്യങ്ങൾ. 8-ാം വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തെല്ലാം പറഞ്ഞു? ഗ്രേസ് അലോൺ, ഫെയ്ത്ത് അലോൺ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ 2 കാര്യങ്ങൾ അതിനകത്ത് കട്ട് ചെയ്തു അടുത്ത വാക്യത്തിൽ. 1, നിങ്ങൾ കാരണമല്ല, യുവർ മെറിറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ്, ഓൺലി ഗ്രേസ്. 2, ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ഫെയ്ത്ത് അലോൺ, നോട്ട് വർക്ക്സ്. ഇത് 2 കട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവൂലല്ലോ, നമുക്ക് കുറച്ച് പ്രവർത്തിക്കണ്ടേ? കാരണം ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ് ടെംപ്റ്റഡ് ടു ആഡ് സംതിങ് ടു ഫെയ്ത്ത് ആൻഡ് ഗ്രേസ്. അത് മനുഷ്യന്റെ എന്നുമുള്ള ആ പഴം കഴിച്ച എല്ലാ മനുഷ്യന്റെയും പ്രലോഭനമാണ്. ഗോഡ് എലോൺ എന്നങ്ങനെ പറയണ്ട, ഇറ്റ് ഈസ് ഓൾവേസ് ഗോഡ് പ്ലസ് മാൻ. ഞങ്ങൾ ഉണ്ട് എന്ന് പറയാനുള്ള ആ ഒരു തിടുക്കം ഈ പഴം കഴിച്ച എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി ഹ്യൂമനിസ്റ്റിക് ഗോസ്പലുകൾ നമ്മുടെ ഇടയിൽ വരികയും പതുക്കെ പതുക്കെ മനുഷ്യൻ തന്നെ ആധിപത്യം എടുക്കുകയും മനുഷ്യൻ പുകഴ്ത്തപ്പെടുകയും അവൻ സിംഹാസനത്തിൽ ഇരിക്കുകയും ദൈവത്തിന്റെ പേര് പോലും അവസാനം പറയാത്തൊരവസ്ഥ ഇന്ന് ഉണ്ടാകാൻ കാരണം ഹ്യൂമനിസ്റ്റിക് കറപ്ഷൻ ഹാസ് ഇൻവൈഡഡ് ദ ചർച്ച് ആൻഡ് എക്ലിപ്സ്ഡ് ദ ക്രൈസ്റ്റ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ആർക്കും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ സഭകൾ ബ്രാൻഡുകളും ഡിനോമിനേഷൻസുമായി മാറിപ്പോകാനുള്ള കാരണം ഈ ഹ്യൂമൻ മെറിറ്റ് ആഘോഷിക്കപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, അബദ്ധത്തിൽ പോലും നമ്മുടെ വായിൽ നിന്ന് ഒരു മനുഷ്യന് മഹത്വം ഉണ്ടാകരുത്. ടു ഗോഡ് ബി ദ ഗ്ലോറി ആൻഡ് ടു ഓൺലി ഗോഡ്. ആ ദൈവത്തിന്റെ മാത്രം മഹത്വം അന്വേഷിക്കുക എന്നുള്ളതാണ് ഒരു സഭയുടെ ഉത്തരവാദിത്വം. അപ്പോൾ എന്തുകൊണ്ട് ഫെയ്ത്ത് എലോൺ നോട്ട് വർക്ക്സ് എന്നും എന്തുകൊണ്ട് ഗ്രേസ് എലോൺ നോ മെറിറ്റ് എന്നും പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണമാണ് ക്രൈസ്റ്റ് എലോൺ എന്നുള്ളത്. ക്രിസ്തു മാത്രം എന്നുള്ള ആ ഒരു ഡോക്ട്രിൻ കാരണമാണ് ഇറ്റ് ഈസ് ഗ്രേസ് എലോൺ, ഫെയ്ത്ത് എലോൺ എന്ന് പറയേണ്ടി വരുന്നത്. കാരണം ഈ ക്രൈസ്റ്റ് എലോൺ എന്നുള്ള ക്രിസ്റ്റസ്, സോളസ് ക്രിസ്റ്റസ്, ക്രിസ്തു മാത്രം, ക്രൈസ്റ്റ് എലോൺ എന്ന് പറയുന്ന ഉപദേശത്തിന് വളരെ ആഴമുള്ള ഒരു വ്യാപ്തിയുള്ള ഒരു കാര്യമാണ്. അതാണ് ശരിക്കും സഭയുടെ നട്ടെല്ല് എന്ന് പറയുന്ന ഉപദേശം. ക്രൈസ്റ്റ് എലോൺ, ഹീസ് ദ ഹെഡ്. ആ ഹെഡിൽ നിന്നാണ് നമ്മളെല്ലാം പ്രാപിക്കുന്നത്. ഓരോ അവയവവും അതിനു വേണ്ട ഉദവി പ്രാപിക്കുന്നത് അടുത്തിരിക്കുന്ന അവയവത്തിൽ നിന്നല്ല. ഇപ്പൊ കൈവിരലുകൾ അനങ്ങാൻ പരിശ്രമിക്കുന്നത് അവർ ഈ പ്രത്യേക ഡിനോമിനേഷനിൽ ഇരിക്കുന്നതുകൊണ്ടല്ല, ഈ ബ്രെയിനിൽ നിന്ന്, തലയിൽ നിന്ന് തന്നെ സിഗ്നൽ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൊളോസ് ലേഖനത്തിൽ പറയുന്നത് ഓരോ അവയവവും അതിനുള്ള ഉദവി പ്രാപിക്കുന്നത് അടുത്തിരിക്കുന്നവന്റെ കപ്പാസിറ്റി അല്ല, അത് തലയുടെ കപ്പാസിറ്റിയാണ്. സോ ഓൾ ദ ഗ്ലോറി ആൻഡ് മജസ്റ്റി ഈസ് ഓൾവേസ് ഗിവൻ ടു ദ ലോർഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്തൊക്കെയാണ് ഈ ക്രൈസ്റ്റ് എലോൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിനാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ക്രൈസ്റ്റ് എലോൺ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ മറ്റൊരുത്തനിലും എന്നുള്ളത് പറയുമ്പോൾ there is salvation in no one else. And നമുക്ക് ഇങ്ങനെയാണ് പറയാം, there is salvation in nothing else and no one else. വേറൊരു മനുഷ്യനിലും രക്ഷയില്ല. അപ്പൊ അതിനകത്ത് ആരൊന്നും ഇല്ല. ഈ രക്ഷയിൽ ആരൊക്കെ ഇല്ല? മനുഷ്യന്റെ മെറിറ്റ് ഇല്ല, മനുഷ്യന്റെ റിച്വൽ കർമ്മങ്ങളില്ല, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളില്ല, നമ്മുടെ സന്മാർഗ ബോധമോ സന്മാർഗങ്ങളോ ഇല്ല. യേശുക്രിസ്തുവിന്റെ മെറിറ്റ് മാത്രമേ ഉള്ളൂ. ഓൺലി ദ പേഴ്സൺ ആൻഡ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ഇതാണ് സോളസ് ക്രിസ്റ്റസ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. നമ്മുടെ മുഴുവൻ ഡിവോഷനും, നമ്മുടെ മുഴുവൻ നന്ദിയും, നമ്മുടെ മുഴുവൻ സ്നേഹവും അവകാശപ്പെടുന്നത് ക്രിസ്തു മാത്രമാണ്. സോളസ് ക്രിസ്റ്റസ്, ക്രിസ്തു മാത്രം. അപ്പൊ ക്രിസ്തു മാത്രം. ചില ആൾക്കാരായിരിക്കും ഈ ദൈവം മാത്രം, പരിശുദ്ധാത്മാവ് മാത്രം നിങ്ങൾ എന്താ പറയാത്തത്? പ്രിയ സഹോദരങ്ങളെ, തൃത്വത്തിൽ ക്രിസ്തുവാണ് നമുക്ക് ദൈവം വെളിപ്പെട്ടത്. ക്രിസ്തു എന്ന മനുഷ്യനായിട്ടാണ് നമുക്ക് വെളിപ്പെട്ടത്. When we say Christ alone, it includes the whole Trinity. ആ ട്രിനിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ക്രൈസ്റ്റ് അലോൺ. ഇറ്റ് മീൻസ് ദ ഹോൾ ദ ട്രിനിറ്റി. നമ്മൾ അനുഭവിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. അതുകൊണ്ട് സോളസ് ക്രിസ്റ്റസ് എന്ന് പറയുമ്പോൾ ദ ഹോൾ ഓഫ് ട്രിനിറ്റി ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. ദൈവമാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഇതെല്ലാം നടക്കുന്നത് ആത്മാവിനാലാണ്. സോ ദ ഹോൾ ട്രയൂൺ ഗോഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അവർ സാൽവേഷൻ എന്നുള്ളതാണ്. അപ്പൊ സോളസ് ക്രിസ്റ്റസ് എന്ന് പറയുന്നത് എനിക്ക്
ഭയങ്കരമായിട്ട് എന്നെ 94 മുതൽ എന്നെ വളരെയധികം ഞെരുക്കിയിട്ടുള്ള ഒരു ഉപദേശമാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊന്നിനും നമുക്ക് തൃപ്തരാകാൻ സാധിക്കാത്ത, വേറെ ഒരു ലെവൽ ഓഫ് ലൈഫ് കൊണ്ടും എനിക്ക് മതിയായി എന്ന് തോന്നിപ്പിക്കാത്ത, എപ്പോഴും ക്രിസ്തു എന്ന തലയിലേക്ക് നമ്മളെ നോക്കിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെവലേഷനാണ് ക്രിസ്തു മാത്രം എന്നുള്ളത്. ഇൻ ഹിം വി ഫൈൻഡ് അവർ സാൽവേഷൻ. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 ഞാൻ പറഞ്ഞത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, ഒരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ഹി ഈസ് അവർ സേവിയർ, രക്ഷകനായ കർത്താവായ ദൈവം. രണ്ടാമത്തത്, ക്രൈസ്റ്റ് ഈസ് അവർ ഓൺലി മീഡിയേറ്റർ. അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ റീഫോമേഴ്സ്, നവീകരണ പിതാക്കന്മാര് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം, എവിടെ തിരിഞ്ഞാലും വിശുദ്ധന്മാരുടെ മധ്യസ്ഥത. മരിച്ചുപോയവരുടെ അസ്ഥിയും പല്ലും വരെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു, കുമ്പിടുന്നു. ഡെഡ് ബോഡികളെ കൊണ്ട് നടക്കുന്ന രോമങ്ങൾ വരെ എടുത്ത് പ്രതിഷ്ഠിക്കുന്നു. ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും ദൈവത്തിന്റെ അടുത്ത് ഏതാണ്ട് ഏജന്റുമാരുടെ ബഹളമായിരുന്നു. ഒരു പാപമോചനം ലഭിക്കണമെങ്കിൽ ഒരു മീഡിയേറ്റർ പ്രീസ്റ്റിന്റെ അടുത്ത് ചെന്ന് കൺഫസ് ചെയ്യണം. നേരിട്ട് ചെല്ലാൻ പറ്റില്ല. എവിടെ നോക്കിയാലും മീഡിയേറ്റേഴ്സ് ആണ്. അത് ലോകത്തുള്ള എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ മീഡിയേറ്റേഴ്സ്. അവരില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. കാരണം അത് കർമ്മ ആചാരങ്ങളാൽ നമ്മളെ ബന്ധിക്കുക എന്നുള്ളത് ഈ മതങ്ങളുടെ ഒരു അജണ്ടയാണ്. എല്ലായിടത്തും നമ്മളത് കാണാം. അന്ന് കാലത്തും അത് അങ്ങനെ തന്നെയായിരുന്നു. ഈ റിഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഈ വിശുദ്ധന്മാരുടെ അടുത്ത് പോയി, അല്ലെ കർത്താവിന്റെ അടുത്ത് ഡയറക്റ്റ് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇവർ പറയും, ഓ കർത്താവ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല ബ്രദറെ, നമ്മളൊക്കെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ, മെറിറ്റ് ഇല്ലല്ലോ. അപ്പൊ വേറെ ചില ആൾക്കാർക്ക് എന്തുണ്ട്? മെറിറ്റ് ഉണ്ട്. അപ്പൊ ക്രൈസ്റ്റ് അലോൺ എന്നുള്ളത് പോയി, ഗ്രേസ് അലോൺ എന്നുള്ളത് പോയി, അല്ലെ? ഓക്കെ, അപ്പൊ ആ ആളെ കൊണ്ട് കർത്താവിനോട് പറയിപ്പിക്കാം. ഇതിനാണ് നമ്മൾ മീഡിയേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ശത്രുവുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയേറ്ററെ വിളിച്ചോണ്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളക്ടർ എന്ന് കാണണമെങ്കിൽ പുള്ളിക്ക് അറിയാവുന്ന ഒരാളെ വിളിച്ചോണ്ട് പോവുക, ശുപാർശ ചെയ്യിപ്പിക്കുക. ഇതെല്ലാം മീഡിയേറ്റേഴ്സിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് വിട്ടാണ് നമ്മൾ യാക്കോബ സഭയും കത്തോലിക്ക സഭയും ഒക്കെ വിട്ട് ഈ മീഡിയേറ്റേഴ്സിനെ വിട്ടാണ് നമ്മൾ ഇറങ്ങിയതെങ്കിലും നമ്മളിൽ പല ആൾക്കാരും ചെന്ന് ചാടിയത് അതിനേക്കാൾ ഭീകരന്മാരായ മീഡിയേറ്റേഴ്സിന്റെ അടുത്തേക്കാണ്. നമ്മുടെ വീട്ടിൽ എന്ത് നടക്കണമെങ്കിലും കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലണമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നില്ല, ഈ പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാം എന്ന് പറയുന്നതും ഇതേ പരിപാടി തന്നെയാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ദൈവം, ഞാൻ അപ്പ എന്ന് വിളിച്ചൊരു കാര്യം കർത്താവിനോട് പറയുമ്പോൾ കേൾക്കാത്ത ദൈവം, ഏതോ ഒരു പാസ്റ്റർ എവിടോ ഇരിക്കുന്ന ആള് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെങ്കിൽ ദാറ്റ് പാസ്റ്റർ ഈസ് എ മീഡിയേറ്റർ ആണോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? റോമൻ കാത്തലിക്സ് മരിച്ചുപോയ വിശുദ്ധന്മാരെ വെച്ച് ദൈവത്തിന്റെ അടുത്ത് കാര്യം സാധിക്കുമ്പോൾ അതിന് കാശൊന്നും കൊടുക്കണ്ട, രാത്രി വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കും. വേർപെട്ട സമൂഹങ്ങൾ ചെയ്യുന്നത് ജീവനുള്ള ആൾക്കാരുടെ അടുത്ത് പോയി മധ്യസ്ഥത യാചിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തുവുമായിട്ടുള്ള ആക്സസ് പോവുക. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, നീ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചേക്ക്. അങ്ങനെയാണ് ഈ റിലീജിയൻ പിന്നെ നമ്മുടെ ഇടയിൽ സ്ഥാപിക്കപ്പെട്ടത്, ഈ മതം പിന്നെ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയും, അപ്പൊ മറ്റുള്ളവർ പ്രാർത്ഥിക്കേണ്ട എന്നാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഓക്കെ, അപ്പോൾ പൗലോസ് പറയുന്ന മ്യൂച്വൽ പ്രയറിനെ കുറിച്ചാണ്. എന്നാൽ അതേസമയത്ത് ഒരാൾ രോഗിയായിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ, വിശ്വാസത്തിൽ കുറവുള്ളനായി കാണപ്പെട്ടാൽ മൂപ്പന്മാർ വന്ന് അവന്റെ വിശ്വാസം ഉറപ്പിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പക്ഷെ അതൊരു മീഡിയേഷൻ അല്ല, അതൊരു സഭയുടെ പ്രാർത്ഥനയാണ്. ആ സഭയുടെ പ്രാർത്ഥനയിൽ വേറെ മീഡിയേറ്റേഴ്സ് ആരുമില്ല. ഇതിന്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കും ദൈവത്തിനും ഇടയിൽ ഒരാൾ നിൽക്കുന്നു, ഇടുവിൽ നിൽക്കുക എന്ന് പറയാം. അത് പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ ഇടുവിൽ നിൽക്കുന്ന പരിപാടി. പുതിയ നിയമത്തിൽ മനുഷ്യനും ദൈവവും തമ്മിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ല. പിന്നെ എവിടെ ഏത് ഇടുവിൽ നിൽക്കാനാണ്? അപ്പോൾ ആ ഇടുവിൽ ആരാ ഇപ്പൊ നിൽക്കുന്നത്? മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഇടുവിൽ, ആ ഗ്യാപ്പിൽ ആരാ നിൽക്കുന്നത്? ക്രൈസ്റ്റ് അലോൺ. അപ്പൊ ദൈവവും മനുഷ്യനുമായുള്ള ആ അകലത്തെ, ആ ഗ്യാപ്പിനെ എന്നേക്കുമായി പരിഹരിച്ച് വേർപാടിൽ നടിച്ചവർ കളഞ്ഞ് കർത്താവ് നമുക്ക് പിതാവുമായി എന്നേക്കും സമാധാനം വരുത്തി ഏത് സമയത്തും കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ നമുക്ക് അവകാശവും തന്നു. അപ്പൊ നമ്മുടെ മീഡിയേറ്റർ ആരാണ്?
ക്രിസ്തു മാത്രമാണ്. അപ്പൊ ഒരാൾ ഇടയിൽ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒന്നിച്ച് നിന്നാൽ മതി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്കും ദൈവത്തിനിടയിൽ നിൽക്കുകയല്ല, നമ്മൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് ദൈവത്തോടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. അവിടെ ഇടയിൽ നിൽക്കാൻ ആരുടെ ആവശ്യമില്ല, നമ്മൾ ഒന്നിച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സുഖമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളോട് കൂടെ ഏകീഭവിക്കുന്നു ആ വിഷയത്തിന്മേൽ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഞാൻ നിങ്ങൾക്കൊരു മധ്യസ്ഥനായിരിക്കുന്നു എന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ മധ്യസ്ഥതയല്ലാതെ ആരുടെയും മധ്യസ്ഥത ദൈവം അംഗീകരിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയുന്നത്, ഈ ജനം ഇനി ആരെ കൊണ്ടുവന്നാലും ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കില്ല. മോശയും ഏലിയാവും വന്ന്, പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു, പഴയ നിയമത്തിൽ അങ്ങനെയുള്ള മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. ഇനി അവര് പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് there is only one mediator. അതുകൊണ്ട് we always say, സഭയിൽ പ്രത്യേക പ്രാർത്ഥനാ വരമുള്ള ആരുമില്ല. അങ്ങനെ ഒരു വരത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതേ ഇല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? അന്യഭാഷ എന്ന വരം കേട്ടിട്ടുണ്ട്, പ്രവചനം എന്ന വരം കേട്ടിട്ടുണ്ട്, ശുശ്രൂഷ വരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രാർത്ഥനാ വരമുള്ള ആളെന്ന്? ഒരു അപ്പന് 4 മക്കളുണ്ട്, 5 മക്കളുണ്ടെങ്കിൽ ഒരു മകന് മാത്രം അപ്പനോട് സംസാരിക്കാൻ പ്രത്യേക വരം കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പന്റെ സ്വഭാവം എന്തായിരിക്കും? വുഡ് യു ലൈക്ക് ദാറ്റ്? അപ്പൊ പുതിയ നിയമത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ്. അപ്പന്റെ മുമ്പിലേക്ക് കിടന്നില്ലാരുടെ അവകാശം എല്ലാവർക്കും തുല്യമാണ്. അവിടെ നമുക്ക് പ്രവേശനം സാധ്യമാക്കുന്ന ഒരേ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തു ആണെന്നുള്ളത് കൊണ്ടാണ് വി സേ ക്രൈസ്റ്റ് അലോൺ ഈസ് അവർ മീഡിയേറ്റർ. ഇനി മൂന്നാമത്തെ കാര്യം, ക്രൈസ്റ്റ് അലോൺ ഈസ് സഫിഷ്യന്റ് ഫോർ us. അതായത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യം, ആ ക്രൂശിൽ അവൻ നിർവഹിച്ച് പൂർത്തിയാക്കിയ ആ പ്രവൃത്തി മാത്രമേ നമുക്ക് ഈ ലോകത്തിന് ആവശ്യമുള്ളൂ. വേറെ ഒരു നീഡുമില്ല. ഇറ്റ് സഫിഷ്യന്റ്ലി സാറ്റിസ്ഫൈഡ് ഗോഡ്സ് ആങ്കർ. അത് ദൈവത്തിന്റെ കോപത്തെ പ്രൊപ്പീഷിയേറ്റ് ചെയ്തു, അതിനെ തൃപ്തനാക്കി, അതിനെ അവസാനിപ്പിച്ചു. ദൈവത്തിന് ഉണ്ടായിരുന്ന റിക്വയർമെന്റ്, ആ നിയമത്തിന്റെ പൂർത്തീകരണം എന്ന റിക്വയർമെന്റ് കർത്താവ് കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കി. കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ, ഇത് അവസാനിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെ, എന്താ പറഞ്ഞ, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? എന്താണോ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിരുന്നത് അതെല്ലാം യേശുക്രിസ്തു കാൽവരിയിൽ സാധിപ്പിച്ചു. അത് അന്നേരം ആദ്യം രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതാന്ത്യം വരെയും വിശുദ്ധിയിൽ ജീവിക്കാനും തേജസ്സോടെ പുനരുത്ഥാനം ചെയ്യാനും പിതാവിന്റെ സന്നിധിയിൽ നിത്യമായി വസിക്കാനുമുള്ള എല്ലാ ധനവും, അതിനുവേണ്ട എല്ലാ റിസോഴ്സസും കർത്താവ് ആ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ പൂർത്തിയാക്കി. സോ വി ഡോണ്ട് നീഡ് എനിത്തിങ് അതർ ദാൻ ദാറ്റ്. ആ പൂർത്തിയാക്കിയ പ്രവൃത്തികളിലേക്ക് വിശ്വസിച്ചുകൊണ്ടാണ് ഇന്നും നമ്മൾ ഓരോ നിമിഷവും വിശ്വാസത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ക്രൈസ്റ്റ് ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ് ഓൺ ദ ക്രോസ്. അപ്പൊ സോ ദാറ്റ്സ് വൈ വി സേ ക്രൈസ്റ്റ് അലോൺ എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിന്റെ വർക്ക് അലോൺ, ആൻഡ് വി ഡോണ്ട് ആഡ് എനിത്തിങ് ടു ഇറ്റ്. രക്ഷയ്ക്കായി നമ്മൾ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു കർമ്മവും നമ്മളെ കൂടുതൽ രക്ഷിക്കുന്നില്ല, അല്ലെ? എല്ലാം വിശ്വാസത്താൽ കർത്താവ് നമുക്ക് തരുന്ന ദാനമാണ്. പ്രിയ സഹോദരങ്ങളെ, കേരളത്തിൽ മലയാളി സമൂഹത്തോട് ഇത് പറയുമ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത്രയും സെൽഫ് റൈഷ്യസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെ ഈ ലോകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ബിക്കോസ് വി നെവർ ഗിവ് ദ ഓൾ ഗ്ലോറി ടു ഗോഡ്. അത് നമുക്ക് അത്രയും കൊണ്ട് കൊടുക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ നമ്മൾ വേറൊരു ദേശത്ത് എന്നാൽ അവർക്ക് ആ പ്രശ്നമേ ഇല്ല. ബിക്കോസ് ദേ ഇന്നസെന്റ്ലി അക്നോളജ്, ദൈവമേ നീ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. In Kerala, the self-righteous spirit is so intense, so strong. അതുകൊണ്ട് ഇവിടെ ഈ കർത്താവിന് മാത്രം മഹത്വത്തിന്റെ കൂടെ ഈ മനുഷ്യരും കൂടെ പോയി കുറച്ച് മഹത്വം പങ്കുവെക്കുന്നതാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഇനി അടുത്തത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഉപദേശത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു കാര്യം. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്, നമ്മുടെ രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ കർത്താവ് നമ്മുടെ മീഡിയേറ്ററായി വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള കാര്യമാണ്. അതുപോലെ നമ്മളിപ്പോൾ കണ്ടു കർത്താവിന്റെ പ്രവൃത്തികൾ, ഇത് ക്രൂശിൽ കഴിഞ്ഞു പോയ കാര്യമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ക്രൈസ്റ്റ് ഈസ് അവർ റൈച്ചസ്നെസ്. അവൻ നമ്മുടെ നീതിയായി മാറി. അപ്പൊ കർത്താവാണ് നമ്മുടെ നീതിയെങ്കിൽ വേറൊരു നീതി കൊണ്ടും നമുക്ക് തൃപ്തരാകാൻ സാധ്യമല്ല. അതിനർത്ഥം എന്താണ്? ഇത് നമ്മുടെ ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെയും രക്ഷയുടെ എല്ലാ ഉപദേശങ്ങളുടെ അടിസ്ഥാനമാണ് ക്രൈസ്റ്റ് അലോൺ ഈസ് റൈച്ചസ് എന്നുള്ളത്. അവനാണ് നമ്മുടെ നീതി. അപ്പോൾ ഇവിടെ നീതിമാന്മാരായ ആരുമില്ല. ഒരാളും വേറൊരാളെക്കാളും ബെറ്റർ അല്ല.
ഈ ഒരാള് വെച്ച് വേറൊരാൾ ബെറ്റർ എന്ന് പറയുന്നതിനാണ് നമ്മൾ കമ്പാരറ്റീവ് റൈച്ചസ്നെസ്. എനിക്കൊരു ആശ്വാസം കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു വര ബോർഡിൽ വരച്ചിട്ട് ആൾക്കാർ ചോദിക്കും ഈ വര ഒന്ന് ചെറുതാക്കാമോ? എന്ത് ചെയ്യും നിങ്ങൾ? തൊടരുത്, ആ വരയെ തൊടരുത്, മാച്ച് കളയരുത്. ഒരു ബോർഡിൽ നിങ്ങളൊരു വര വരച്ചിട്ട് ഇങ്ങനെയാണ് ചോദ്യം, ഈ വര ഒന്ന് ചെറുതാക്കി തരാമോ? എങ്ങനെ ചെറുതാക്കാം? എങ്ങനെ ചെറുതാക്കാം? അതിന്റെ താഴെ വലിയൊരു വര വരച്ചാൽ മതി അല്ലെ? അപ്പൊ നമ്മൾ ഇച്ചിരി പാപമൊക്കെ ചെയ്ത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇത്തിരി ആ പാപത്തെ ചെറുതായി കാണണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? വലിയൊരു പാപിയെ കണ്ടാൽ നമുക്കൊരാശ്വാസം. അവന്റെ കുറ്റം പറയുമ്പോഴാണ് എനിക്കൊരാശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു വരയായിട്ട് ഞാൻ അപ്പൊ രക്ഷപ്പെട്ടു. ഇതിനെയാണ് കമ്പാരറ്റീവ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞു പാപത്തിൽ പിടിച്ചവൻ വലിയ പാപിയെ നോക്കി പരിഹസിക്കും. അതാ എപ്പോഴും സംഭവിക്കുന്നത്. ഇതാണ് ഈ സെൽഫ് റൈച്ചസ്നെസിന്റെ അടിസ്ഥാനം. നിങ്ങൾ കുറ്റം പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കി, അവര് പാപങ്ങൾ മറച്ചു വെക്കുന്നവരെ. കാരണം എന്താണെന്നറിയോ? അവരാ മറച്ചു വെക്കാൻ വേണ്ടിയാണ് കുറ്റം പറയുന്നത്. അപ്പൊ ഞാൻ പറയും ഈ പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പുറകില് ഞാൻ അങ്ങനെ അല്ല എന്ന് പറയാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ലേ? ഉണ്ട്. എന്റെ വര, എന്റെ കുറ്റം ചെറുതാണെന്നും ബാക്കിയുള്ളവരെല്ലാം ഭീകരന്മാരാണെന്നും നിങ്ങൾ അവരെ നോക്കിയിട്ട് എന്നെ നോക്കിയാൽ ഞാൻ നല്ലവനായി കാണപ്പെടുന്നല്ല എന്റെ അർത്ഥം. പ്രിയ സഹോദരങ്ങൾ, ഇനി ക്രിസ്തുവിനെ മാത്രം നോക്കിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ഒരുപോലെ ഷോർട്ടായി, നമ്മളെല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി, നമ്മളെല്ലാവരും ഒരുപോലെ അനർഹരായി മാറി. ഇതാണ് കർത്താവിന്റെ നീതിയുടെ ആരംഭം. അവന്റെ നീതി സ്ഥാപിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? നമ്മുടെ മനുഷ്യനീതി അപ്രസക്തമാക്കി കളഞ്ഞു. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയുന്നു, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് സംസാരിക്കുന്നു. ആകയാൽ ഏതുവായും അടഞ്ഞ് സകല മനുഷ്യരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് തന്നെ. 22-ാം വാക്യത്തിൽ പറയുന്നു, അതിന് പ്രവാചകന്മാരും സാക്ഷി നിൽക്കുന്നു, നീതിമാൻ ഒരുത്തനുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. നിങ്ങൾ ആരെ നോക്കിയാലും ആർക്കും ദൈവ തേജസ് ഇല്ല. എന്തുകൊണ്ടില്ല? എല്ലാവരും ക്രിസ്തു എന്ന സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും മലിനമായതും തികവില്ലാത്തവരുമായി കാണപ്പെടുന്നു. അപ്പൊ കർത്താവ് തീരുമാനിക്കുകയാണ്, ക്രിസ്തു എന്ന നീതി അല്ലാതെ അതിൽ താഴ്ന്ന ഒന്നും സ്വർഗത്തിൽ സ്വീകാര്യമല്ല. ഞാൻ സാധാരണ പറയാറുള്ള ഒരു എക്സാമിന്റെ ഒരു ഭാഗം ഞാൻ പറയാം. ഒരു ക്ലാസ്സിൽ 99 മാർക്കുള്ളവൻ 40 മാർക്കുള്ളവനെ നോക്കി എന്തായിരിക്കും പറയുന്നത്? എന്തായിരിക്കും അവന്റെ മനസ്സ് ചിന്തിക്കുന്നത്? അല്ല വേണ്ട, 4 മാർക്ക് കിട്ടുന്നവനെ നോക്കി എന്തായിരിക്കും 99 വയസ്സുകാരൻ മാർക്കുകാർ ചിന്തിക്കുന്നത്? ഇവനൊക്കെ എന്നാ പഠിക്കാൻ വന്നേക്കുന്നത്, വേറെ വല്ല പരിപാടി നോക്കുക. അങ്ങനെ ഒരു പുച്ഛം വരുമോ? അറിയില്ല. പക്ഷെ അന്നേരമാണ് സാറ് വന്നിട്ട് പറയുന്നത്, 1 മാർക്ക് തോറ്റവനും 99 മാർക്കിൽ പോയവനും എല്ലാവരും തോറ്റു, 100 ഔട്ട് ഓഫ് 100 മാത്രമേ പാസ്സാവുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ അഹങ്കാരത്തിന് കുറയുമല്ലോ. അപ്പൊ 99 മാർക്ക് മേടിച്ചവന് 1 മാർക്ക് മേടിച്ചവന് ഒരു ലെവലായില്ലേ? തോറ്റവരുടെ ലെവലായില്ലേ? ആയോ? അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ഒരു ലെവലാക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ഒരു ലെവലാക്കി. എങ്ങനെയാക്കി? അവനെ തന്നെ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ക്രിസ്തുവാണ് നീതി, വേറെ ഒന്നും നീതിയല്ല. അപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്നതിനകത്ത് ഒന്നുമില്ല, മെറിറ്റ് ഒന്നുമില്ല. കാരണം എന്താണെന്നറിയാം? കർത്താവ് പ്രസംഗിച്ച് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ആ സ്കെയിൽ വെച്ച് നോക്കുമ്പോഴാ നമ്മൾ മനസ്സിലാക്കുന്നേ ഒന്നുമില്ല. ഒരഹങ്കാരം. കർത്താവിന്റെ അടുത്ത് എന്നിട്ടൊന്ന് പറയുന്ന ആലോചിച്ച് നോക്കി. ഞാൻ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് അവിടെ കഷ്ടമായിരുന്നു, ഇവിടെ കഷ്ടമായിരുന്നു, ഞാൻ എന്തുമാത്രം സഹിച്ചു, എന്തുമാത്രം വേദന അനുഭവിച്ചു, പട്ടിണി കിടന്നു. ഈ കർത്താവ് എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സ്വർഗത്തിൽ എത്ര സന്തോഷമായിട്ടിരുന്ന, ഇവിടെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ കാണുന്നില്ലേ? കർത്താവ് പറഞ്ഞില്ല. അത് തികഞ്ഞ സ്നേഹമായിരുന്നു. ആ തികഞ്ഞ സ്നേഹം കർത്താവിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു പരാതിയും പറഞ്ഞില്ല. 3 ദിവസം 10,000-ൽ മേലുള്ള ആൾക്കാരോട് സംസാരിച്ച ശേഷം കർത്താവ് ഇറങ്ങി വന്നിട്ട് മൈക്രോഫോണും ഇല്ല, സ്പീക്കറും ഇല്ല. ആലോചിക്ക് എന്ത് കഷ്ടപ്പാടായി. 1 മണിക്കൂർ പ്രസംഗിക്കും, നമ്മുടെ ഇടപാട് തീരുവാ. 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്കിത്തിരി വെള്ളം എന്താ, ഞാൻ ക്ഷീണിച്ചിരിക്കുക, നിങ്ങൾക്കൊരു ബോധമില്ലേ എന്നൊന്നും ചോദിച്ചില്ല. ആ കർത്താവിന്റെ മുമ്പിലിരിക്കുന്ന ജനത്തെക്കുറിച്ച് പറയും, ഇവര് ക്ഷീണിച്ച് കാണുന്നു. അവർ പലരും ഉറങ്ങുമായിരുന്നു. പക്ഷെ കർത്താവ് അവരോട് പറയാണ്, ഇവര് ക്ഷീണിച്ച് കാണും, അതുകൊണ്ട് ഇവർക്കും എല്ലാം തിന്നാൻ കൊടുക്കും. അപ്പോഴും കർത്താവ് അവനെ കുറിച്ച് ആലോചിക്കുന്നുമില്ല, പരാതിയുമില്ല. അത് വെള്ളപ്പൊക്കം വന്നാലുമില്ല, കൊടുങ്കാറ്റടിച്ചാലുമില്ല. കാരണം അതായിരുന്നു തികഞ്ഞ സ്നേഹം. ആ സ്കെയിൽ വെച്ച് പൗലോസിനെ ഒന്ന് നോക്കിക്കേ, ആ സ്കെയിൽ വെച്ച് എന്നെ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ കണ്ണാടിയിലൊന്ന് നോക്കിക്കേ. അപ്പൊ ഒന്ന് ഉറച്ചു പറഞ്ഞു നോക്കിയേ, ക്രൈസ്റ്റ് എലോൺ ഈസ് മൈ റൈച്ചസ്നെസ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെല്ലാം കൃപ മാത്രം, കർത്താവേ കൃപ മാത്രം എന്ന് പറഞ്ഞു പോകത്തില്ലേ? പറയില്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് പറയില്ലേ? അപ്പൊ കൃപ മാത്രം എന്ന് ഞാൻ പറയണമെങ്കിൽ
എനിക്ക് അയൽക്കാരന്റെ നീതി മനസ്സിലായാൽ പോരാ. എന്നെ രക്ഷിക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ കഷ്ടം അനുഭവിച്ച് മരിച്ച യേശു ക്രിസ്തുവിന്റെ നീതിയെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഐ ആം നത്തിങ്. അത് ആ റെവലേഷനിനെ പറയാൻ പറ്റുമോ, അല്ലാതെ ചുമ്മാ ഇരുന്നോണ്ട് ഞാൻ ഒന്നുമല്ല പുഴുവാന്നൊക്കെ പറയാൻ മനുഷ്യന് ബുദ്ധി കൊണ്ട് പറ്റുമെങ്കിലും when we really look into that righteousness of Christ, we understand we are nothing. ആ nothingness ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കൃപ മാത്രം നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ it's only because God showed us his mercy. അത് നമ്മൾ ഊന്നി പറഞ്ഞ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കേണ്ട ഒരു വാക്കാണ്. നമുക്ക് വെളിപ്പാടായി വരേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വർഷിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നിനക്ക് മാത്രമാണ് ഗ്ലോറി എന്ന് ധൈര്യമായിട്ട് പറയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് വി നോ വി ഡിഡ് നോട്ട് അച്ചീവ് ഇറ്റ് ബൈ മെറിറ്റ്. ഇത് കൺഫസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളാകുന്നത്. ഇത് കൺഫസ് ചെയ്യുമ്പോഴാണ് ക്രിസ്തു എന്ന തലയുടെ ഭാഗമായി അവൻ നമ്മുടെ നീതിയായിട്ട് മാറുന്നത്. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. ഇപ്പോൾ ഫെയ്ത്ത് അലോൺ എന്നുള്ള ഡോക്ട്രിൻ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിച്ചാൽ, when Christ is the standard of righteousness, he becomes our righteousness. അവൻ നമ്മുടെ നീതിയായി മാറുമ്പോൾ ഇതൊരിക്കലും പ്രവൃത്തിയാലല്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ എന്നോട് പറയാണ് 3 ദിവസം നിങ്ങളും പ്രസംഗിച്ചോ, ഞങ്ങൾ 10,000 പേരെ വിളിച്ചോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡോർ വഴി ഇറങ്ങിപ്പോകും. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ മീ. എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ആ ഒരു ലെവലിൽ, ക്രിസ്തു സ്നേഹിച്ച ലെവലിൽ സ്നേഹിക്കാൻ എന്റെ ജഡം കൊണ്ട് എനിക്ക് സാധ്യമല്ല. അപ്പൊ ഞാൻ പറയാ, കർത്താവേ എന്നെ നീതിമാനാക്കാമെന്ന് നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കുമെന്നുള്ളൊരു വാഗ്ദത്തമുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ ആകും. ഈ ഫെയ്ത്ത് ആണ് എന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് എന്നെ നീതിമാനാക്കിക്കൊണ്ടിരിക്കുന്നത്. അബ്രഹാം അങ്ങനെ നീതിമാനായത്. എബ്രഹാം അവന്റെ ശരീരത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ, ഒരിക്കലെങ്കിലും അവന്റെ ഭാര്യയുടെ ശരീരത്തിലേക്ക് നോക്കിയിരുന്നെങ്കിൽ, അവരുടെ പ്രായാധിക്യവും രോഗവും കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ദൈവം പറഞ്ഞു ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ അബ്രഹാം എന്ത് ചെയ്തു? ഒരിക്കൽ പോലും തന്നിലേക്ക് നോക്കാതെ വാഗ്ദത്തം ചെയ്തവനിൽ മാത്രം നോക്കിയിട്ട് ആശക്കെതിരായ ആശയോടെ വിശ്വസിച്ചു. അവൻ പറഞ്ഞാൽ നടന്നിരിക്കും, അതിനെ ഞാനൊരു ഫാക്ടറെ അല്ല എന്ന് അബ്രഹാം വിശ്വസിച്ചപ്പോഴാണ് അതെന്തായി മാറിയത്? എന്ത് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളായിട്ട് അബ്രഹാം മാറിയത് ആ വിശ്വാസത്താലാണ്. That's why we say this faith alone because it is Christ alone, grace alone because it is Christ alone. ക്രിസ്തുവിൽ കുറഞ്ഞ ഒരു നീതിയും നമുക്ക് സമാധാനം, അതായത് ഒരു റെസ്റ്റ് തരികയില്ല. അതേ സമയത്ത് കർത്താവ് നമ്മളെ ക്രിസ്തുവിൽ അംഗീകരിക്കുന്നു എന്നുള്ളത് നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഒരേ സമയത്ത് ആ സാറ്റിസ്ഫാക്ഷൻ ഇൻ ക്രൈസ്റ്റ്, അറ്റ് ദ സെയിം ടൈം എ ഹോളി ഡിസ്കണ്ടന്റ്. ആയിട്ടില്ല ഇനി ഓടണം, ഇനി എത്താനുണ്ട് എന്നുള്ള ആ ഒരു ഞരക്കവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുവാൻ ഈ ക്രൈസ്റ്റ് അലോൺ എന്ന് പറയുന്ന ഡോക്ടറിന് സാധിക്കും. സോ ദിസ് ഈസ് എ ക്രൈസ്റ്റ് ബേസ്ഡ് ചർച്ച്. അവൻ തലയായ അവനിലേക്ക് നോക്കുന്ന അവന്റെ ആടുകളുടെ കൂട്ടമാണ് സഭ. അതിലൊരാട്, വലിയ ആടില്ല. ഓക്കെ, നമ്മളെല്ലാം വളരെ കുറച്ച്, എത്ര നാൾ ജീവിക്കുന്നു പോലും നമുക്കറിയില്ല. ഞാൻ അടുത്ത ഞായറാഴ്ച ഇവിടെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. നത്തിങ് ക്യാൻ ബി ഫൗണ്ടഡ് ഓൺ എ മാൻ. എത്രയോ പ്രാവശ്യം മരണത്തെ ഇങ്ങനെ നേരിട്ട് മുഖാമുഖം കാണുന്നത്. അടുത്ത ശ്വാസത്തിൽ ഞാൻ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ ഇറ്റ് കനോട്ട് ബി ബിൽറ്റ് ഓൺ എ ഹ്യൂമൻ ബീങ്. ഇറ്റ് ക്യാൻ ഓൺലി ബി ബിൽറ്റ് ഓൺ സൗണ്ട് ഡോക്ട്രിൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന പാറയിലല്ലാതെ ഒരു സഭയും രൂപപ്പെടാൻ പാടില്ല. അങ്ങനെ രൂപപ്പെട്ടാൽ അത് മനുഷ്യ സംഘടനകളായിട്ട് അത് മാറുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ക്രൈസ്റ്റ് അലോൺ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഡോക്ട്രിൻ. അടുത്തത് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്, നമ്മുടെ ആരാധന, അത് നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ വർഷിപ്പ് എന്ന് പറയുന്നത് പ്യുവർലി ക്രൈസ്റ്റ് സെൻട്രിക് ആണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. വി ആർ വർഷിപ്പിംഗ് ദ ഫാദർ ത്രൂ ദ സൺ ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തെ നമ്മൾ പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരാധിച്ചുകൊണ്ട് ആ ത്രിയേക ദൈവത്തിന്റെ ആ രക്ഷാ പദ്ധതിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ വർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 1 കൊരിന്ത്യർ 1:30 പറയുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഓക്കെ, 1 കൊരിന്ത്യർ 1:23 പറയുന്നു, ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രശംസിക്കുന്നു. ചുറ്റുമുള്ള ആൾക്കാർ അടയാളങ്ങൾ പ്രസംഗിക്കുന്നു, വേറെ ചില ആൾക്കാര് ബുദ്ധി വെച്ച് ഗ്രീക്ക് ഹീബ്രു വെച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ ഒന്നും പറയാനില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2010 തൊട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പൊ 2026 ഈ പ്രസംഗം തന്നെ, ഇതേ പ്രസംഗം തന്നെ എത്രയോ എടുത്ത് ഇത് തന്നെ ആൾക്കാർ ചോദിക്കും, ഇത് മാത്രം പറയാനുള്ളൂ, ഇത് മാത്രം പറഞ്ഞ് മരിക്കാനാണ് ആഗ്രഹം. പൗലോസ് പറയാണ്, ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നും അറിയാത്തവരായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ പൗലോസ് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു അടിസ്ഥാനമായ ഒരു സഭ ഉണ്ടാവുകയുള്ളൂ.
പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപ അനുസരിച്ച് ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ മീതെ പണിയുന്ന കാര്യം എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മുകളിൽ വേറൊരു അടിസ്ഥാനം ഇടുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ആ ക്രിസ്തു എന്ന അടിസ്ഥാനം ഉണ്ടാകുമ്പോഴാണ് ഒരു സഭ ഉണ്ടാകുന്നത്. വി നീഡ് ദാറ്റ് സോളിഡ് ഫൗണ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ മേലാണ് ഒരു സഭ. പത്രോസിന്റെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പൊ പത്രോസ് പറയാണ്, നിന്നെ മോശെ പ്രവാചകൻ എന്നൊക്കെ പറയുന്നു, നീ എന്ത് പറയും, നിങ്ങൾ എന്ത് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. ബറയോനോ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ. അടുത്ത വാക്യം എന്നറിയും, ഞാൻ എന്റെ സഭയെ പണിയും. ഇപ്പോഴാണ് സഭയെ പണിയുന്നത്. ഏതിന്റെ മേലില്ല? ക്രിസ്തു ദൈവം അയച്ച ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള റെവലേഷന്റെ മുകളിലാണ്, ആ ക്രിസ്തു എന്ന ഫൗണ്ടേഷന് മുകളിലാണ് ഈ സഭ പണിയപ്പെടുന്നത്. കർത്താവ് പറയാണ്, ഇത് നിനക്ക് വെളിപ്പെട്ടതോടുകൂടി സഭയുടെ ആരംഭമായിരിക്കുന്നു. ഞാൻ ഈ ഒരു കൺഫെഷന്റെ മേൽ, ഈ ഒരു വെളിപ്പാടിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആ സഭയെ ജയിക്കുവാൻ ഒരു പാതാള ഗോപുരത്തിനും സാധ്യമല്ല. ഇന്നുള്ള ഓരോ ഡിനോമിനേഷനും ഓൾറെഡി പാതാള ഗോപുരങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഇന്നുള്ള ബൈബിൾ കോളേജുകൾ, കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ഞാൻ എന്റെ ബൈബിൾ കോളേജ് പണിയും, ഞാൻ എന്റെ ഡിനോമിനേഷനെ പണിയും, ഞാൻ എന്റെ സംഘടനയെ പണിയുമെന്ന് കർത്താവ് ഒരിടത്തും പറഞ്ഞില്ല. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഒരു സഭ ക്രിസ്തുവിന്റെ സഭയാകുന്നത് അത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോഴല്ല, ക്രിസ്തു എന്ന അടിസ്ഥാനം ആ സഭയ്ക്ക് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ കൂടി വരുന്ന ഓരോരുത്തരും ഓരോ അവയവങ്ങളായി ഫങ്ഷൻ ചെയ്ത് അത് ദൈവത്തിന്റെ മഹത്വത്തിനായി മാറുമ്പോഴാണ് ഇത് സഭ, ഈ തിരുവല്ലയില് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, അവന്റെ വെളിച്ചത്തെ പ്രസിദ്ധമാക്കുന്ന ഒരു സഭയുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിലും ഇത് വളരെയധികം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മാനുഷികമായ ഫിലോസഫീസ്, തത്വചിന്തകൾ, നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്ന വിവിധങ്ങളായ ഉപദേശങ്ങൾ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നമ്മളെ അകറ്റി നമ്മുടെ തന്നെ നന്മകളിലേക്കും മറ്റുള്ള തത്വങ്ങളിലേക്കൊക്കെ നമ്മളെ തിരിച്ചു കളയാൻ സാധ്യതയുണ്ട്. എന്നാൽ when we confess Christ alone, what happens? ഒന്നാമത് സംഭവിക്കുന്നത് എന്റെ അഹങ്കാരം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും പുകഴ്ത്തി പറയുമ്പോൾ എന്റെ ഹൃദയം വസ്ത്രം കീറുന്ന ആ ഒരു മനസ്സെനിക്ക് വരാൻ കാരണം ഐ ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അങ്ങനെ വരാൻ പറ്റത്തില്ല. നമ്മളെ ഒരാൾ പുകഴ്ത്തുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. എന്താ തോന്നിയത് പത്രോസിനൊക്കെ? അവര് വസ്ത്രം കീറി. നിങ്ങൾ ദൈവദൂഷണം പറയുന്നത് കാരണം ഗ്ലോറി ബിലോങ്സ് ഓൺലി ടു ഗോഡ്. അത് ആ ഹംബിൾനെസ് അവിടെ നിന്നാണ് വരേണ്ടത്. അല്ലാതെ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതല്ല ഹംബിൾനെസ്. ഹൃദയത്തിന്റെ ഉള്ളിൽ അറിയാം ഐ ആം വർത്ത്ലെസ്, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഗ്രേസ്. അതിന്റെ ഹൃദയത്തിൽ ഒരു വെളിപ്പാടായിട്ട് വരുമ്പോഴാണ് എന്റെ അഹങ്കാരം ഇല്ലാതാകുന്നത്. അല്ലാതെ എന്റെ വേഷത്തിലോ രൂപത്തിലോ പെരുമാറ്റത്തിലോ അല്ല ഈ ഹംബിൾനെസ് വരേണ്ടത്. ഹംബിൾനെസ് എവിടെ നിന്നാണ് വരുന്നത്? ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ നിന്നാണ്. ക്രൈസ്റ്റ് എലോൺ എന്നുള്ള ഉപദേശം ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എന്നിൽ തന്നെ പുകഴുവാൻ സാധിക്കയില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ വേറൊരു കാര്യമാണ്, ഈ ക്രൈസ്റ്റ് എലോൺ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സുവിശേഷം വഴിതെറ്റി പോവുകയില്ല. വേറൊരു സുവിശേഷം നമ്മൾ പറയുകയുമില്ല. നമ്മുടെ ഉപദേശം വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഒരു പില്ലർ കൂടിയാണ് ക്രൈസ്റ്റ് എലോൺ. എന്തു പറഞ്ഞാലും ക്രൈസ്റ്റ് എലോൺ. നമ്മൾ ചിലപ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ്, ഞാനല്ല ക്രിസ്തു അത്ര. ഇത് പറഞ്ഞാൽ മതിയോ? ചില ആൾക്കാർ ചുമ്മാ ഇരുന്നത് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ക്രിസ്തുവാ. കയ്യിലിരിപ്പ് വളരെ മോശമാണ്, പക്ഷെ പറയുന്നത് ആരാ ജീവിക്കുന്നതെന്നാ? ക്രിസ്തുവാ ജീവിക്കുന്നതെന്നാ. ഇത് ചുമ്മാ പറഞ്ഞത് കാര്യമില്ല. ഈ ക്രിസ്തുവാണ് ജീവിക്കുന്നുള്ള നമ്മുടെ ഒരു ഞരക്കമാണ്. കർത്താവെ ഞാനല്ല എന്ന് പറയുമ്പം എന്റെ വികാരങ്ങള്, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ പാപസ്വഭാവം ഇതെല്ലാം ക്രൂശിക്കപ്പെട്ടെന്നും അതിനോട് ഞാൻ മരിച്ചെന്നും നീ എങ്ങനെ നടക്കുമായിരുന്നോ ആ ജീവനിലേക്ക് ഞാൻ കൊതിയോടെ നോക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ബൈ ഫെയ്ത്ത് ഐ ആം ലുക്കിംഗ് സോ ഈഗർലി ടു ദാറ്റ് ബ്യൂട്ടിഫുൾ ലൈഫ് യു ലിവ്. നീ ജീവിച്ച മനോഹരമായ ജീവനിലേക്ക് ആഗ്രഹത്തോടെ ഞരക്കത്തോടെ ഞാൻ നോക്കുന്നു. നീ എങ്ങനെയാണ് ക്ഷമിച്ചത്? നീ എങ്ങനെയാണ് സ്നേഹിച്ചത്? നീ എങ്ങനെയാണ് നിന്നെ തന്നെ ഒഴിച്ചു കൊടുത്തത്? ആ കർത്താവിന്റെ കൃപയാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് അലോൺ പ്യൂരിഫൈസ് us from our pride and makes us humble എന്ന് മാത്രമല്ല, ശരിക്കും നമുക്ക് ഈ ഗോസ്പലിനെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്നിരിക്കുന്ന പത്യോപദേശത്തെ സൂക്ഷിക്കുവാൻ ഈ ക്രൈസ്റ്റ് അലോൺ എന്നുള്ള ഡോക്ട്രിൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, കർത്താവ് മാത്രം എന്നുള്ളത് നമുക്കൊരു വലിയ അഷുറൻസ് ആണ്. എന്താ അഷുറൻസ്? ഒരു മനുഷ്യന്റെ മെറുക്കല്ലാത്തത് കൊണ്ട്, ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവാണ് എന്റെ രക്ഷ എന്നുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, എന്നെ രക്ഷിച്ചവൻ എന്നെ വഴിയിൽ കൈവിട്ട് കളയുകയില്ല, അവൻ എന്നെ അവസാനത്തോളം എത്തിച്ചിരിക്കും. ഇതാണ് അഷുറൻസ് എന്ന് പറയുന്നത്.
എന്താ അഷുറൻസ്? വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവം. ഇതറിയുമ്പോൾ നമ്മൾ എത്ര വലിയ പാപത്തിലാണെങ്കിലും നമുക്ക് ചാടി എഴുന്നേക്കാൻ തോന്നും. അത്രയും നമ്മളെ സ്നേഹിക്കുന്ന, ഒരിക്കലും കൈവിടാത്ത ദൈവത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാൻ നമുക്ക് തോന്നുന്നത് he gives us an assurance that you will never be lost. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരുത്തൻ ഇങ്ങനെ ഹെലികോപ്റ്റർ ആയിക്കോട്ടെ തൂങ്ങി കിടക്കുകയാണ്, ഒരുത്തന്റെ കയ്യെ പിടിച്ച തൂങ്ങി കിടക്കുന്നത്. അപ്പൊ അവനോട് ആ തൂക്കി പിടിച്ചവൻ പറയാണ്, നിന്നെ ഞാൻ ഒരു കാരണവശാലും വിടുകയില്ല, നീ ഉറപ്പായിട്ടും രക്ഷപ്പെട്ടിരിക്കും എന്ന് ഉറപ്പ് കൊടുക്കുവാണെങ്കിൽ അവന് എന്താ പറയുന്നത്, രക്ഷപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. അതേസമയത്ത് അറിയില്ല എന്നൊരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ അവന്റെ ബലം ചോർന്നു പോകുന്ന പോലെ, അല്ലെ, അവൻ കൈവിടുന്നത് പോലും, അല്ലെ, അങ്ങനെയല്ലേ വരുന്നത്. നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ റിസോൾവ് ഇല്ലാതായി പോകും. പക്ഷെ നിന്നെ തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും തോന്നുന്നത്? എനിക്കിതിനെ ജയിക്കാൻ പറ്റും, അവൻ എന്നെ രക്ഷിക്കും, അവന്റെ പിടിയിൽ ഞാൻ സുരക്ഷിതനായിട്ടിരിക്കുന്നു. ഈ അഷുറൻസ് ഉള്ളവന് മാത്രമേ ആ സമയത്തെ സമാധാനമായി നേരിടുവാൻ സാധിക്കുകയുള്ളൂ, പാപത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വർഗം അഷ്വേർഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ലോകത്തൊന്നുമില്ലെങ്കിൽ സാരമില്ല, ഈ ലോകത്തെ കഷ്ടങ്ങൾ, ഒരു പാട്ടില്ലേ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, എപ്പോഴാ? നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ. അത് ഓർത്തില്ലെങ്കിലോ, ഉറപ്പല്ലെങ്കിലോ കഷ്ടങ്ങൾ സാരമുണ്ട്. കാരണം എന്താ? ആകെ ഈ ജീവിതത്തെ കുറിച്ച് ഉറപ്പുള്ളെങ്കിൽ ഇവിടെ കൂടെ കഷ്ടമായാൽ എന്തായിരിക്കും അവസ്ഥ? പ്രിയ സഹോദരങ്ങളെ, കഷ്ടങ്ങൾ സ്വർഗത്തിൽ നമുക്ക് നിത്യമായ വാസസ്ഥലം ഉണ്ടെന്നുള്ള ഉറപ്പാണ് എനിക്കിവിടെ നിസ്സാരമായ ലഘുവായ അല്പനേരത്തേക്കുള്ള കഷ്ടത്തെ അതിജീവിക്കുവാനും നിത്യതയെക്കുറിച്ചുള്ള ഒരു അഷുറൻസ് എനിക്ക് ലഭിക്കുവാനും എന്നെ സഹായിക്കുന്നത്. അപ്പൊ ക്രൈസ്റ്റ് അലോൺ എന്നുള്ളത് ഇറ്റ് ഗീവ്സ് മീ ആൻ അഷുറൻസ്, അല്ലെ, ഇത് എന്റെ ഉള്ളിലെ സുവിശേഷത്തെ ഭദ്രമായി സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ അടിസ്ഥാനത്തിന് മുകളിൽ വേറൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. വൺസ് ഇറ്റ് ഈസ് ലേഡ്, ഇറ്റ് ഈസ് ലേഡ്. ഒരിക്കലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറിപ്പോകാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ക്രൈസ്റ്റ് ഈസ് റിവീൽഡ് ടു ഹിം ആസ് റൈച്ചസ്നെസ്. അതിനപ്പുറത്തേക്ക് വേറൊരു നീതിയെ കുറിച്ച് ആലോചിക്കാൻ പോലും, ഇപ്പൊ ക്രിസ്തു ആണ് എന്റെ നീതി എന്ന് എനിക്ക് മനസ്സിലായ ശേഷം ഞാൻ അതിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ അതിനേക്കാൾ നീതിയുള്ള ഒരാളെ ഞാൻ കാണണ്ടേ? വേണ്ടേ? അല്ലെ, എങ്ങനെ മാറിപ്പോവും? അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ നീതിമാനായി സങ്കല്പിച്ചിട്ട് ക്രിസ്തുവിന്റെ ആ നീതിയുടെ മെമ്മറി ഞാൻ എടുത്തു കളയണം. എന്റെ ഉള്ളിൽ ക്രിസ്തു നീതിയായി വെളിപ്പെട്ടാൽ അതിനേക്കാൾ കുറഞ്ഞ ഒന്നും എന്നെ തൃപ്തനാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, എന്നെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. എന്നെ കൊണ്ടത് സാധ്യമല്ല. മനുഷ്യരാൽ അത് അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം. അത് ഈ രക്ഷയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ്. മനുഷ്യരാൽ അത് അസാധ്യം, എന്നാൽ ദൈവത്തിനോ സകലതും സാധ്യം. ഇനി ഇത് മാത്രമല്ല, ക്രിസ്തു മാത്രം എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും മിഷന് വേണ്ടി ഓടുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, ലോകം. ക്രൈസ്റ്റ് അലോൺ, ദർ ഇസ് നോ അതർ വേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എല്ലാവരുടെ അടുത്ത് ഇത് എത്തിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ? ദിസ് ഫ്യൂവൽസ് മിഷൻ. ഇത് എങ്ങനെയെങ്കിലും 4 പേരുടെ പറഞ്ഞേ പറ്റുള്ളൂ. അവൻ അറിഞ്ഞില്ലെങ്കിൽ മനസാക്ഷി എന്ന് പറഞ്ഞൊരു വഴിയുണ്ടോ? ആ പാസ്റ്ററെ, അത് സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആൾക്കാരെ, നല്ല മനസാക്ഷിയുള്ളവരെല്ലാം കർത്താവ് സ്വർഗത്തിൽ കൊണ്ടു. അങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷം പറയാൻ പോകാതിരിക്കുന്ന നല്ലത്. പക്ഷെ എന്തിനാണ് മിഷണറിമാർ ഉണ്ടാകുന്നത്? അങ്ങനൊരു വഴി ഇല്ല. കാരണം പൗലോസ് പറയാണ്, യവനനായാലും യഹൂദനായാലും എല്ലാം പാപികളാണ്, സകലരും പാപികളാണ്. ഒരാളുടെയും മനുഷ്യനിധി അവന്റെ മനസാക്ഷി വെച്ച് അളന്നിട്ട് ഒരുത്തനെയും നീതിമാനെന്ന് ദൈവം വിധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിലേക്ക് പോകുവാൻ, പിതാവിന്റെ അടുക്കലേക്ക് മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, പിതാവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള ഏക വഴി ആരാണ്? പുത്രൻ മാത്രമാണ്. ദാറ്റ്സ് ക്രൈസ്റ്റ് alone. There is no other way and nothing can be added to Christ. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രൈസ്റ്റ് alone എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുഞ്ഞാടിനെ മുമ്പിലേക്ക് വീണിട്ട് നമ്മൾ പറയാം, കർത്താവേ, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അത് നമ്മൾ ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രൈസ്റ്റ് alone. ക്രൈസ്റ്റ് alone. അവന് മാത്രം സുപ്രീം അതോറിറ്റി ആൻഡ് സ്ട്രെങ്ത് ഈസ് അസ്ക്രൈബ് ടു ഹിം. അവന് മാത്രം മഹത്വം, അവന് മാത്രം സ്തുതി. ഇത് നമ്മുടെ സഭയുടെ ഫൗണ്ടേഷൻ ആയിരിക്കേണ്ടത്. This is what always should nudge us forward, persuade us forward. Christ alone. ഈ ഒരു ഡോക്ടറിനകത്ത് ബാക്കി എല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൃപ മാത്രം എന്ന് പറയാം, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസം മാത്രം എന്ന് പറയാം, അതുകൊണ്ട് തന്നെ നമുക്ക് മഹത്വം ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിന് മാത്രം മഹത്വം എന്ന് പറയാം. ഇനി ഒരു കാര്യം അതിനകത്ത് വിട്ടുപോയിരിക്കുന്നത്, ഇതുവരെ പറയാതിരുന്ന വചനം മാത്രം എന്നുള്ളതാണ്. അപ്പൊ വചനം മാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു,
വചനം ദൈവമായിരുന്നു. വചനം എന്ന് പറയുന്നത് ശരിക്കും പുത്രൻ തന്നെയാണ്, അല്ലെ? പുത്രൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഇത് വചനമല്ല, ഇത് വചനമാണ്. ഈ വചനം എന്ന് പറയുന്ന പുത്രനെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത്, വേറൊരു ഉദ്ദേശം ഇതിനില്ല. നമ്മളിത് ഉപയോഗിക്കുന്ന പുത്രനെ വെളിപ്പെടുത്താനൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനും നമുക്ക് പൈസ വരുമെന്ന് അറിയാനും വേണ്ടിയൊക്കെയാണ് പല ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ പൈസ ഇതിനകത്ത് വെക്കുമായിരുന്നു ചെയ്യുന്നത്. ഇന്നത്തെ ആൾക്കാർ പൈസ എവിടെ നിന്ന് വരും എന്നുള്ള വാക്യമാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു പുസ്തകമല്ല. ഇത് ക്രിസ്തുവിനെ, വചനത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം കർത്താവ് എമ്മാവോസിലോട്ട് പോകുന്ന ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വചനത്തിലെല്ലാം, തിരുവെഴുത്തുകളിലെല്ലാം എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സ്ക്രിപ്ചർ എലോൺ എന്ന് പറയുന്നത് തിരുവെഴുത്തുകളിലെല്ലാം ഏതു വാക്യം വായിച്ചാലും നമ്മൾ കാണേണ്ടത് അതിനകത്ത് ക്രിസ്തുവിനെയാണ്. കാരണം ഇതെല്ലാം ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്ന വചനങ്ങളാണ്. സോ ക്രൈസ്റ്റ് എലോൺ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉപദേശങ്ങൾ മുഴുവൻ അതിനകത്ത് വന്നു. തൃത്വം, ദൈവം അതിനകത്ത് വന്നു. കാരണം പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും ഈ ക്രൈസ്റ്റ് എലോൺ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിൽ നമുക്ക് ചുരുങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, 5 pillars of our Christian life and sanctification. കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, വചനം മാത്രം, ദൈവത്തിന്റെ മഹത്വം മാത്രം. അപ്പൊ ഈ പ്രവൃത്തി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവായാലേ പ്രവൃത്തികൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ പ്രവൃത്തി ആകാശത്ത് ഉണ്ടായി വരികയില്ല. ഇപ്പൊ നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ സ്നേഹം ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും? എനിക്ക് അയാളെ കാണുമ്പം ഞാൻ അറിയാതെ ദേഷ്യം വരികയാണ്. ആ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന ഞാൻ അനുസരിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം. ആ വിശ്വാസമാണ് ആ സ്നേഹം എന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഞാൻ എന്റെ മനുഷ്യ പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കിയാൽ അത് വളരെ വിചിത്രമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ക്രിസ്തുവിനെ ആണ് കണ്ടെത്തുന്നത്. അതായത് ദൈവം നമ്മളെ അന്വേഷിച്ചതുകൊണ്ടും ദൈവം നമ്മളെ കണ്ടെത്തിയതുകൊണ്ടുമാണ് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ തന്നെ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് ക്രൈസ്റ്റ് അലോൺ. വി ഓൾവേസ് കൺഫസ് ഹി ഈസ് അവർ ഹെഡ്. അപ്പം നോക്കുമ്പോഴും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ത്രൂ ഹിം ഗോഡ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് വർഷിപ്ഡ് ആൻഡ് റെവറൻസ്ഡ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ആവർത്തിക്കട്ടെ, ഇതൊരിക്കലും ഒരാളുടെ ടീച്ചിങ്ങിലോ ഒരാളുടെ പ്രസൻസിലോ ഒന്നും പണിയപ്പെടാൻ ഒരു സഭയ്ക്ക് സാധ്യമല്ല. ആ ക്രിസ്തുവിന്റെ പത്യോപദേശത്തിൽ മാത്രമേ പണിയപ്പെടുകയുള്ളൂ. ഓരോ അവയവങ്ങളും കർത്താവ് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷിക്കുകയും വചനത്തെ വെളിപ്പെടുത്തുകയും പരസ്പരം പ്രബോധിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ദൈവം ആരെല്ലാം ഈ സഭയിൽ കൂട്ടിച്ചേർക്കുന്നു അവരെല്ലാവരും കർത്താവിന് പ്രയോജനകരമായ അവയവങ്ങളായി പരസ്പരം ശുശ്രൂഷിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, നാളെ ഞാനൊരു പ്രതിസന്ധിയിൽ കണ്ടാൽ എന്നെയും ആശ്വസിപ്പിക്കുവാൻ, ശുശ്രൂഷകർ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടാൽ, അല്ലെ മാനസിക ഭാരത്തിൽ ഇരിക്കുന്നതായിട്ട് കണ്ടാൽ അവരെ ആശ്വസിപ്പിക്കാനും എല്ലാം ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകുവാൻ ഇടയാകട്ടെ എന്ന്